കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യൻ ജനതയോട് പറഞ്ഞൊരു കാര്യമായിരുന്നു. നിങ്ങൾ പെട്രോൾ ഉപയോഗിക്കരുത്, നിങ്ങൾ ഡീസൽ ഉപയോഗിക്കരുത്, അതിൻ്റെ ഉപയോഗം നിങ്ങൾ കുറക്കണം, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കണം. അതേപോലെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഗോൾഡിൻ്റെ കൺസംഷൻ നിങ്ങൾ കുറക്കണം, ഫോറിൻ ട്രാവലിംഗ് നിങ്ങൾ ഒഴിവാക്കണം. ഇന്ത്യ എന്ന് പറയുന്നൊരു കൺട്രി ഒരു ഇൻഫ്ലേഷനിലോട്ട് പോകുന്നു. യുദ്ധവും വാറും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതിലുപരി ഇന്ത്യയിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് മറ്റു കൺട്രീനെ അപേക്ഷിച്ച് നടക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ETF-ലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്ന മിക്ക ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ കാര്യമായ വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഷുവറായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ പ്രധാന കാരണം കമ്പനികളുടെ നല്ല റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, കമ്പനികൾ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കണം, പുതിയ രീതിയിൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ ഗ്രോത്ത് വരുന്നത്. ഒരു പ്രൈം മിനിസ്റ്റർ വന്ന് ഒരു കൺട്രിയുടെ എക്കണോമിക് സിറ്റുവേഷൻസ് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. കൊടക് മഹീന്ദ്ര ബാങ്കിൻ്റെ CEO ഉദയ് കോടക് ഈ അടുത്ത് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ പറയുന്നു, ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ഇനിയും മറ്റുള്ളവരുടെ പ്രൊഡക്ട്സിനെ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് കുറക്കണം. അതേപോലെ തന്നെ ഇന്ത്യ സെൽഫ് സസ്റ്റെയിൻഡ് ആയിരിക്കണം. മറ്റുള്ള കൺട്രികളുടെ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് വരരുത്. ഈ തരുന്ന മെസ്സേജും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് നമുക്ക് സെൽഫ് സസ്റ്റെയിൻഡ് ആയിട്ട് ഇവിടെ ഒരു ഗ്രോത്ത് ഡ്രിവൺ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല? നിങ്ങൾ വെറുതെ കുറച്ച് SIP ചെയ്തുകൊണ്ടോ കുറച്ച് സ്റ്റോക്ക് വാങ്ങിയിട്ടത് കൊണ്ടോ ഇന്ത്യയിൽ കുറച്ച് ലാർജ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പ് പിടിക്കുക ഇതുകൊണ്ട് തീരുന്നതല്ല കഥ. ഇവിടുന്ന് ഇതൊരു ടെക്നോളജിക്കൽ ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റ് മനസ്സിലാക്കി നമ്മൾ ഇതിനെ മാറ്റം വരുത്തിയേ പറ്റൂ. കൂടുതൽ സമയം കളഞ്ഞില്ല, ഞാൻ ഈ വീഡിയോയുടെ അജണ്ട കൃത്യമായിട്ട് പറയാം. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഈ അസറ്റുകൾ ഇപ്പോൾ സെല്ല് ചെയ്ത് മാറണോ? എൻ്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നമ്മുടെ വേറെയുള്ള മാർക്കറ്റിലോട്ട് നമ്മുടെ മണി നമുക്ക് കിട്ടുന്ന നമ്മുടെ സാലറി ആയാലും ബിസിനസ് ഇൻകം ആയാലും നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കണോ? മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. US-ൻ്റെ ടെക്നോളജിക്കൽ ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് 100 കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 2406% റിട്ടേൺ ആണ് കൊടുത്തത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നിഫ്റ്റി 50 കഴിഞ്ഞ 15 വർഷം കൊടുത്തത് 722 റിട്ടേൺ ആണ്. 722%, അതായത് 3 ഇരട്ടിയോളം അധികം. ഇതിനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി തകർച്ച നേരിടുന്നു എന്നുള്ളതാണ്. വേറൊരു കാരണം, ഇന്ത്യയിൽ നിൽക്കുന്ന കമ്പനികളെക്കാളും നല്ല പെർഫോമൻസ് കൊടുക്കുന്ന കമ്പനികൾ ഇന്ന് പുറത്തുണ്ട് എന്നുള്ളതുമാണ് ഇതിനുള്ള ഉത്തരം. 2000 ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 44.9 റുപ്പീസ് ആയിരുന്നു. ആ ഒരു ഡോളറിന് 44 രൂപ ഉണ്ടായിരുന്ന ഇന്ത്യൻ റുപ്പി ഇന്ന് ഈ മെയ് മാസത്തിൽ ഒരു ഡോളറിൻ്റെ വില എന്ന് പറയുന്നത് 95 രൂപയാണ്. 100 രൂപയിലോട്ട് അടുക്കുന്നു. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഏകദേശം 100%, അങ്ങനെ 44 നിന്ന് 95 ഇരട്ടിയാണ്. അതായത് 100%-ലേറെ തകർച്ച നേരിട്ട ഒരു വർഷം. കൃത്യമായി പറഞ്ഞാൽ 113% ഇന്ത്യൻ റുപ്പിയിൽ വന്ന തകർച്ച എന്ന് പറയുന്നത്. ഇതൊരു സീരിയസ് തകർച്ചയല്ല. ഇതിനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇതാണ് ഇതിൻ്റെ ഫാക്റ്റ്, ഇതാണ് ഇതിൻ്റെ ഫിഗേഴ്സ്, നമ്പേഴ്സ്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ അടുത്ത് പത്രമാധ്യമങ്ങൾ ഒരിക്കൽ ചോദിച്ച ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് ഇന്ത്യൻ റുപ്പിയിൽ ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു എന്നുള്ള പറഞ്ഞതിന് ഉത്തരം, ഇന്ത്യൻ റുപ്പി സ്ലൈഡ് ചെയ്യുന്നില്ല, പക്ഷേ ഈ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പേഴ്സണലി എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി തകർച്ച നേരിടുന്നു എന്നുള്ളതാണ്. ആവറേജ് ആയിട്ട് പറഞ്ഞാൽ ഒരു വർഷം 4% തൊട്ട് 5, ഏറ്റവും മിനിമം എടുത്തു കഴിഞ്ഞാൽ 4% ഇന്ത്യൻ കറൻസിയിൽ ഡിപ്രിസിയേഷൻ വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ കറൻസിയിൽ ഡിപ്രിസിയേഷൻ വരുമ്പോൾ വേറെ കറൻസികൾ സ്ട്രെങ്തൻ ആകുന്നു. ഓഫ് കോഴ്സ് അവിടെ അങ്ങോട്ട് മണി മൂവ് ചെയ്യും. അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ നിന്ന് വിറ്റ കണക്കാണ് ഈ കാണിക്കുന്നത്. കഴിഞ്ഞ മെയ് തൊട്ട് ഈ 2026 മെയ് മാസം ടിൽ ഡേറ്റ് വരെ, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് വരെ ഉള്ള ഏകദേശം ഒരു വർഷത്തെ 8 മാസത്തെ കാലഘട്ടത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസങ്ങളും, അതിനപ്പുറത്തുള്ള ഡാറ്റ ഞാൻ പുൾ ചെയ്തിട്ടില്ല, പക്ഷേ ആ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ മാസങ്ങളിലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യ വിറ്റ് പോയിട്ടേ ഉള്ളൂ.
ഞാൻ പറഞ്ഞ പോലെ 2 കാരണങ്ങൾ. ഒന്ന് ഇന്ത്യൻ റുപ്പിയിൽ വരുന്ന തകർച്ച, രണ്ടാമത് ഇന്ത്യയിൽ കോർ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന ഫോണാണെങ്കിലും ടെക്നോളജി ആണെങ്കിലും എല്ലാം പുറം രാജ്യങ്ങളിൽ നമ്മളെ ഇന്ത്യക്കാർ ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി ഞാൻ ആ ക്വസ്റ്റിൻ്റെ ഉത്തരത്തിലോട്ട് പറയാം. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ സെല്ല് ചെയ്യണോ എന്നുള്ളത് ആൻസർ ഈസ് നോ. പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്നത് ഒരു വൈസ് ഡിസിഷൻസ് അല്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള അലോക്കേഷൻസ് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയമാണെന്ന് ഓർക്കണം. ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം റിലേ ചെയ്യുന്നത് നല്ലൊരു ഐഡിയ അല്ല. നമുക്ക് ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കൊണ്ടുവരണം. ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രം കുറച്ച് ലാർജ് ക്യാപ്പോ മിഡോ ഫ്ലെക്സിയോ സ്മാളോ വാങ്ങിയിട്ടുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല. അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ലോകമുണ്ടെന്നും ആ ലോകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈസ് ഇറ്റ് വർത്ത് ടു മൂവ് ദ മണി ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ്? ഇൻ്റർനാഷണൽ മാർക്കറ്റിലോട്ട് മണി മൂവ് ചെയ്യുന്നത് ഒരു വൈസ് ഡിസിഷൻ ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നുള്ളതാണ്. ഞാനത് പേഴ്സണലായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ട് നിങ്ങൾ മൂവ് ചെയ്യണം? ഇതിന് പ്രധാനപ്പെട്ട കാരണം INR ഡിപ്രിസിയേഷൻ, ഇന്ത്യയിലെ ടെക്നോളജിക്കൽ ഗ്രോത്തുകളില്ല, ഇന്ത്യയിലെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സുകളില്ല, AI-യും മെഷീൻ ലേണിങ്ങും ഡാറ്റാ സെൻറ്റേഴ്സും പോലത്തെ കോർ വർക്ക് നടക്കുന്നത് ഇന്ത്യക്ക് പുറത്താണ്. ഈ വർഷം 2026 ജനുവരി തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ചാനലിട്ടിട്ടുള്ള മുഴുവൻ വീഡിയോസിലും ഞാൻ ഒരേപോലെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങൾ ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണമെന്നുള്ള കാര്യം. മൈക്രോസോഫ്റ്റിൻ്റെ ഷെയർ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തിട്ട് പറയാം. മൈക്രോസോഫ്റ്റിൻ്റെ ഷെയറിൽ ഈയിടെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറേ കറക്ഷൻസ് നടന്നു കഴിഞ്ഞു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം AI-യിലും ഡാറ്റാ സെൻറ്റേഴ്സിലും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ മൈക്രോസോഫ്റ്റ് കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഇത്രത്തോളം ബില്യൺ $US ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ലാഭം കിട്ടുമോ എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനിടയ്ക്ക് വന്ന ഒരു ആശങ്കയായിരുന്നു ആക്ച്വലി ഇതിലുള്ള സെല്ലിംഗ് പ്രഷറിനുള്ള കാരണം. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ബെനഫിറ്റ് ഇവർക്ക് വരാൻ പോകുന്നത് അടുത്ത 3-5 വർഷം കൊണ്ടാണ് ഇവരിതിനെ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ഒരുപാട് ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സിലും മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിലും വന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം $10 ബില്യൺ AI ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്നത്. അത് മാത്രമാണോ? ബിൽ ഏക്ക്മാൻ എന്ന് പറയുന്ന ഇൻവെസ്റ്റർ മൈക്രോസോഫ്റ്റിലുള്ള അവരുടെ ഷെയറിൻ്റെ സ്റ്റേക്ക് കൂട്ടി എന്നുള്ളതാണ്. അവരുടെ റവന്യൂ ടോപ്പ് ലൈൻ എന്ന് പറയുന്നത് 30 ബില്യൺ ആണ്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കുന്ന ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾ മനോരമയോ മാതൃഭൂമിയോ വായിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ഫുള്ള് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഔട്ട്സൈഡ് ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സോ ഇൻ്റർനാഷണൽ കമ്പനിയുടെ വെബ്സൈറ്റുകളോ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള എന്താണ് അവിടെ ആക്ച്വലി നടക്കുന്നത്, അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന വർത്താണെന്നുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കാൻ. ഇന്ത്യൻ്റെ ഷെയർ ഒരു എക്സാമ്പിളായിട്ട് മറ്റൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ വർഷം എന്ന് പറയുന്നില്ല, കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിൽ ഷെയർ കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 67% ഒരു മാസത്തിനപ്പുറം. ഇന്ത്യയിൽ മാത്രമല്ല, മൈക്രോൺ ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി കൊടുത്ത ഷെയർ 58% കഴിഞ്ഞ ഒരു മാസം. AMD അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് കൊടുത്ത ഷെയർ ഒരു മാസം 624%. ഇനി എൻ്റെ അജണ്ട പോയിന്റ് 3 എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ INR ഡിപ്രിസിയേഷൻ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നു കൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് തുടർന്നത് ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് തുടരും. ഫോറക്സ് റിസർവ് ഇന്ത്യയിൽ ഒരു പ്രശ്നമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നെറ്റ് ഇമ്പോർട്ടറാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ സോളിഡ് ആയിട്ടുള്ള ഒരു കോർ വർക്ക് ടെക്നോളജിക്കൽ സെഗ്മെൻറ്റിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ടെക്നോളജിയാണ് ഞാൻ വിശ്വസിക്കുന്നു ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ കാലഘട്ടത്താണെങ്കിലും നമ്മളെ നിയന്ത്രിക്കുന്ന എല്ലാം ടെക്നോളജി. ആ ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ് നമുക്ക് എല്ലാ മേഖലയിലും, അത് ഡിഫൻസ് ആവട്ടെ, ടെക്സ്റ്റൈൽസ് ആവട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ, എല്ലാ മേഖലയിലും അത് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് അടുത്തൊരു ഫോർകാസ്റ്റ് ഇന്ത്യയിൽ വലിയൊരു ഫോർകാസ്റ്റ് മറ്റ് കൺട്രീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എപ്പോഴും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ആയിരിക്കും കമ്പയർ ടു എമർജിങ് കൺട്രി. ഞാനിവിടെ സ്റ്റേബിൾ കൺട്രി എന്ന് പറയുമ്പോൾ US ഇസ് വൺ ഓഫ് ദ എക്സാമ്പിൾ. US എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രി. ആ സ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രിയിലോട്ടാണ് ഇന്ത്യ പോലത്തെ എമർജിങ് മാർക്കറ്റിൽ നിന്ന് മണി മൂവ് ചെയ്യുന്നത്. ആര്? ഫോറിൻ ഇൻവെസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഒരു സ്ട്രാറ്റജി എന്തുകൊണ്ടും നമുക്കും സെലക്റ്റീവായിട്ടുള്ള സെക്ടറുകളിൽ, സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകളിൽ, മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ചെയ്തുകൂടാ. ഞാൻ വെറും ഒരു ഷോ ഓഫിന് വേണ്ടി മാത്രം കാണിക്കുന്നതല്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളും
ഞാനും പേഴ്സണലായിട്ട് ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനും ഒരു ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ തുടങ്ങിയിട്ട് ടിൽ ഡേറ്റ് വരെ ഈ മെയിൽ ഞാൻ വെള്ളിയാഴ്ചയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നത് ശനിയാഴ്ച ആയിരിക്കും. വെള്ളിയാഴ്ച വരെയുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 15.7% ആണ്. ഞാനൊരു NRI ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ കറൻസിൽ ചെയ്യുന്നത് യൂറോയിലാണ്. നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്കൊക്കെ ഡോളറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. US-ലുള്ളവർക്ക് ഡോളറിൽ ചെയ്യാം, യൂറോയിൽ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ടിൽ ഡേറ്റ് എൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 15.7% ആണ്. ഇത് നിങ്ങൾ ആലോചിക്കണം, യൂറോയിലാണ്. USD ഡോളറിനെതിരെ INR 4% വീണപ്പോൾ യൂറോക്കെതിരെയും INR 4%-ഓളം കറൻസി ഡിപ്രിസിയേഷൻ സംഭവിച്ചു. ഇന്ന് ഇന്ന് യൂറോ ട്രേഡ് ചെയ്യുന്നത് 110 യൂറോക്കടുത്താണ്, 110 രൂപക്കടുത്താണ്. അതായത് 4-4.5% വീണു. 4.5% ആവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ 15.7 ഈ 4.5% കൂട്ടിക്കഴിഞ്ഞാൽ INR ടേംസിൽ റിട്ടേൺ എന്ന് പറയുന്നത് 20% വരും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഏർലി സൈൻസ് കിട്ടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിനെ മാറ്റണമെന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. നമ്മുടെ മുന്നിൽ ടെക്നോളജിക്കൽ അഡാപ്റ്റേഷൻസ് ചെയ്യാതെ പുറത്തു പോയപ്പെട്ട ഒരുപാട് കമ്പനികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നോക്കിയ ഒരു കാലത്ത് ടെക്നോളജി വന്ന സമയത്തും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും വന്ന സമയത്തും അതിനെ അഡാപ്റ്റ് ചെയ്യാതെ അവരുടേതായ മെത്തേഡിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് നമ്മുടെ ആരുടെയും കയ്യിലും നോക്കിയ ഫോണില്ല. നമ്മൾ ഉപയോഗിക്കുന്ന MI ഫോണുകളാവട്ടെ, ഐഫോണോ സാംസങ്ങോ പോലത്തെ ടെക്നോളജിനെ അഡാപ്റ്റ് ചെയ്ത് അതനുസരിച്ച് മാറിയ കമ്പനികളുടെ ഫോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ് HMT വാച്ചുകൾ. ഇന്ന് നമ്മൾ ആരും HMT വാച്ചുകൾ ഉപയോഗിക്കുന്നില്ല. അതിനെതിരെ നമ്മൾ സ്മാർട്ട് വാച്ചുകളും എന്നാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ വാച്ചുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് HMT വാച്ച് മാർക്കറ്റിൽ നിന്ന് പുറത്താപ്പെട്ടു? ടെക്നോളജിനെ അഡാപ്റ്റ് ചെയ്യാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കൺട്രി ആണെങ്കിലും അങ്ങനെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഓവർ ദ ടൈം മാർക്കറ്റിൽ നിന്ന് തള്ളപ്പെടും, പുറത്തോട്ട് പോകും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് സീരിയസ് ആയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ഓപ്ഷൻ ഞാൻ പറയാം. യൂട്യൂബിൻ്റെ ഒരു മെമ്പർ കമ്മ്യൂണിറ്റി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. പേഴ്സണലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും അതിനകത്ത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ അറിവ് നിങ്ങൾ യൂസ് ചെയ്യുക. നമുക്ക് അടുത്ത ആഴ്ച മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ കണ്ടാൽ ഒരുപാട് നന്ദി.